ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ PSC ഈ വർഷം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിൽ 10-ലധികം നോട്ടിഫിക്കേഷൻസ് ഈ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പരതി പോകുമ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പല എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. കമ്പനി ബോർഡ് ഉണ്ടാവാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ടാവാം, ജയിലർ ഉണ്ടാവാം, എക്സൈസ് ഉണ്ടാവാം, SBCID ഉണ്ടാവാം, ഇതുപോലെ ട്രിബ്യൂണൽ അസിസ്റ്റൻ്റ് ഉണ്ടാവാം. പല എക്സാമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗസറ്റിലേക്ക് കയറാൻ പറ്റുന്ന. ഇപ്പോൾ പേ റിവിഷൻ ഇപ്പോൾ നിലവിൽ ഇൻ ഹാൻഡ് 74 സംതിങ് സാലറി കിട്ടുന്ന, ഇനി പേ റിവിഷൻ കൂടി വരുമ്പോൾ 90K അടുത്ത് സാലറി കിട്ടാൻ സാധ്യതയുള്ള, നമുക്ക് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി വേക്കൻസി കുറവായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ വിട്ടുപോയിട്ടുണ്ടാവാം. പക്ഷേ ആ പോസ്റ്റിനെ പറ്റി വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. ആ പോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, റെലവൻസ് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോഴ്സ് എന്താണ്, നമ്മളിപ്പോൾ ഈ പറയുന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ എക്സാമാണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഡയറക്റ്റ് ഗസറ്റിലേക്ക് കയറുന്ന ഒരു പ്രധാനപ്പെട്ട ഈ വർഷം PSC കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും കൈവിട്ടു പോകാൻ പാടില്ലാത്ത, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ വർഷങ്ങളിൽ, അതായത് ഈ തൊട്ട് മുന്നേ എക്സാം നടത്തിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, അതിന് ഷോർട്ട് ലിസ്റ്റിനെ പറ്റിയും റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടും, കൂടാതെ ആ ഒരു ലിസ്റ്റിന് നിലവിൽ എന്താണ്, എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓൾറെഡി. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടും ഈ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഇതിന് പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നത്തെ പി കെ ലേണിങ്സിൻ്റെ വീഡിയോകളിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാകുന്ന ഡൗട്ടായിരിക്കും, കഴിഞ്ഞ എക്സാമിന് എത്ര കട്ട് ഓഫ് വന്നിട്ടുണ്ട്, എത്ര മാർക്ക് വാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡൗട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ സോൾവ് ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു എക്സാമിനെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റ് മുതൽ റാങ്ക് ലിസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അതിലേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയായിരിക്കും കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്, അതെന്തുകൊണ്ട് ഇനിയുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ വർഷം വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഐഡിയ ചിലപ്പോൾ കിട്ടിയാലോ. അത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ വർഷം വിളിച്ച നോട്ടിഫിക്കേഷൻ നമുക്ക് തുടങ്ങാം. 698/2025 എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഈ വർഷം PSC വിളിച്ച സെയിം പോസ്റ്റാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന പോസ്റ്റിൽ 55,200 ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. 1,15,300 വരെ പോവാം. അപ്പോൾ ഇൻ ഹാൻഡ് സംതിങ് 70+ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഈ വർഷം തന്നെ വിളിച്ചിരിക്കുന്നതിൽ. അപ്പോൾ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 3 രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ 3 രീതിയിൽ നടന്നതിനെ പറ്റിയിട്ടും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ബൈ ട്രാൻസ്ഫറിൽ വന്ന പോസ്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് 3 രീതിയിലാണ് എക്സാം നടന്നത് നമ്മൾ പറഞ്ഞു. ആദ്യമായിട്ട് വന്നത് അല്ലെങ്കിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് പറയാൻ പോകുന്നത് 133/2020 ആണ്. ഈ 133/2020 എന്ന് പറയുന്നത് ഒരു ബൈ ട്രാൻസ്ഫർ ലിസ്റ്റ് ആയിരുന്നു. ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ, റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഈ പറഞ്ഞ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ബൈ ട്രാൻസ്ഫർ എക്സാം ആയിരുന്നു 133/2020 എന്ന് പറയുന്നത്. 2020 ഒക്ടോബർ 30 ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് പബ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 150ഓളം പേരായിരുന്നു ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ മാത്രമുള്ള 150ഓളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ നടന്നത് 2022 ഡിസംബർ 23 ഓർത്തിരിക്കുക. ഇത് കൂടാതെ വേറൊരു ബൈ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എവിടെ, സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റുമാരും അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർമാരും മാത്രം എവിടെ ആയിരിക്കും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർമാരും സീനിയർ ഗ്രേഡ് അസിസ്റ്റൻസിന് വേണ്ടി മാത്രം നടത്തിയ എക്സാം ആയിരുന്നു 134/2020 എന്ന് പറയുന്നത്. 134/2020 എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സെയിം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. ഇതിൽ 93 ആപ്ലിക്കേഷൻസ് ആയിരുന്നു റിസീവ് ചെയ്തത്. 93 ആപ്ലിക്കേഷൻസ് ആയിരുന്നു റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2022 ഡിസംബർ 23 തന്നെയായിരുന്നു ഇതിൻ്റെ എക്സാം, സെയിം ഡേറ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് രണ്ടുമാണ് 2 ബൈ ട്രാൻസ്ഫർ ലിസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഓപ്പൺ കാറ്റഗറി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, 135/2020 വിളിച്ചത്. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 135/2020 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പർ ആയിരുന്നു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഗസറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ 2020 ഒക്ടോബർ 30 ഗസറ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം 2,04,779 പേര് അപ്ലൈ ചെയ്തത്. ഈ വർഷം നോക്കിയാൽ ഏകദേശം 1,15,000-ഓളം പേരാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൺഫർമേഷൻ നിലവിൽ PSC അറിയിച്ച പ്രകാരം 1,15,000-ഓളം പേരാണ് ഈ വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ആൾ കുറവാണ്. കാരണം ഇത്തവണ ഒരുപാട് എക്സാമുകൾ ഇതിന് കൂടെ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ OMR എക്സാമിനേഷൻ നടന്നത് 2022 ഡിസംബർ 23 മറ്റ് 2 എക്സാമുകളുടെ ഒപ്പം തന്നെയായിരുന്നു 2022 ഡിസംബർ 23.
ഇതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് വന്നത് 2022 സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27 2020 എക്സാം വിളിച്ചു, 22 OMR എക്സാം നടന്നു, 22 സെപ്റ്റംബർ 27 ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇൻ്റർവ്യൂ നടന്നു തൊട്ടടുത്ത വർഷം 2023 ഡിസംബർ 15 ഇൻ്റർവ്യൂ നടന്നത്. ഇൻ്റർവ്യൂ ഒരു ഷെഡ്യൂൾ ആയിട്ടായിരിക്കും നടക്കുന്നത്, ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം 2024 മാർച്ച് 12 റാങ്ക് ലിസ്റ്റ് വന്നു. അതിൻ്റെ അടുത്ത് 2027 മാർച്ച് 12 അടുത്ത റാങ്ക് ലിസ്റ്റ് വരും. തൊട്ടടുത്ത വർഷം തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ വർഷം എക്സാം എഴുതിയാൽ അടുത്ത വർഷം എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് വരുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പ്രാഥമികമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമിനെ പറ്റിയിട്ട് ഈ വർഷം കഴിഞ്ഞ നാളെ നടന്ന 3 കാറ്റഗറി പറഞ്ഞു. ആ 3 കാറ്റഗറിയിൽ നടന്ന എക്സാമിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം അതായിരുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. 133/2020 ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫും. ഓക്കെ, ആദ്യമായിട്ട് നടന്ന ബൈ ട്രാൻസ്ഫർ എക്സാമിനെ പറ്റിയിട്ട് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് വേണ്ടി മാത്രം നടന്ന എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 23.33 ആയിരുന്നു. 23.33 കട്ട് ഓഫ് ആയിരുന്നു. 34 പേരാണ് ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആയത്. ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ 34 പേരുണ്ടായിരുന്നു. 23.33 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത ബൈ ട്രാൻസ്ഫർ ലിസ്റ്റ് നോക്കിയാൽ 134/2020 20 ആയിരുന്നു കട്ട് ഓഫ്. 20 മാർക്കായിരുന്നു കട്ട് ഓഫ്. സെക്രട്ടേറിയറ്റിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തിയ, സെക്രട്ടേറിയറ്റിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നടത്തിയ എക്സാമിൽ 20 ആയിരുന്നു കട്ട് ഓഫ്. 24 പേര് ഇൻക്ലൂഡ് ചെയ്തു. ലിസ്റ്റിൽ 24 പേര് ഇൻക്ലൂഡറായി. ഓക്കെ, ഇനി നമ്മൾ നോക്കിയിരിക്കുന്ന ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 50 മെയിൻ ലിസ്റ്റിലും 80 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടെ 132 പേരായിരുന്നു. 132 പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, ഇത് കൂടാതെ 59.67 ആയിരുന്നു കട്ട് ഓഫ്. 59.67 മാർക്ക് വാങ്ങിയ 132 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 2 ലക്ഷത്തോളം പേര് എഴുതിയ എക്സാമാണ്. ഇതിൽ 59.67 മാർക്ക് വാങ്ങിയ 132 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത്, കട്ട് ഓഫിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് എത്ര പേര് ഉൾപ്പെട്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞു, എത്ര പേര് അപ്ലൈ ചെയ്തിരുന്നു, എന്നാണ് എക്സാം നടന്നത്, മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൽ എത്ര മാർക്ക് വാങ്ങിയവർ വന്നിരുന്നു എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ 133/2020 കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ വേണ്ടി അവർക്ക് വേണ്ടി മാത്രം നടത്തിയ എക്സാം ആയിരുന്നു. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രം നടത്തിയ എക്സാം ആയിരുന്നു. 1ാം റാങ്ക് വാങ്ങിയ ആൾ ശോഭിച്ചൻ KJ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. 43.33 മാർക്ക് റിട്ടൺ ടെസ്റ്റിന് വാങ്ങി, 12 മാർക്ക് ഇൻ്റർവ്യൂവിന് വാങ്ങി, 55.33 മാർക്കായിരുന്നു മൊത്തം വാങ്ങിയത്. 2ാം സ്ഥാനത്ത് വന്ന വ്യക്തി ദോസി സക്കറിയ 43 മാർക്ക് റിട്ടൺ ടെസ്റ്റിനും 11 മാർക്ക് ഇൻ്റർവ്യൂവിന് വാങ്ങി, 54 മാർക്കാണ് വാങ്ങിയത്. 3ാം സ്ഥാനത്ത് സന്തോഷ് ആൻ്റണി 42 മാർക്ക് റിട്ടൺ ടെസ്റ്റിനും 11 മാർക്ക് ഇൻ്റർവ്യൂവിന് വാങ്ങി, 53 മാർക്കായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3 റാങ്കുകളുടെ ജസ്റ്റ് മാർക്ക് എന്ത് ചെയ്യുക പറയാനാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ റാങ്കിൽ വന്നതിൽ 24 പേരുണ്ടായിരുന്നു. അവസാനത്തെ റാങ്കിൽ വന്നത് ശിവകുമാർ ആയിരുന്നു. 23 മാർക്ക് റിട്ടണിനും 10 മാർക്ക് ഇൻ്റർവ്യൂവിനും വാങ്ങി 33.67 മാർക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് അടുത്ത കാറ്റഗറിയിൽ 134/2020 നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർമാരും നമ്മൾ പറഞ്ഞു ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രം നടത്തിയൊരു എക്സാം ആയിരുന്നു. സീനിയർ ഗ്രേഡ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് മാത്രം നടത്തിയൊരു എക്സാം ആയിരുന്നു. ഇതിലൊന്നാം റാങ്ക് വന്നത് വേറെ ആരുമല്ല, നമ്മുടെ PK ലേണിങ്സിൻ്റെ സ്ഥാപനമായിട്ടുള്ള പ്രവീൺ സാറാണ്. PK സാറായിരുന്നു 1ാം റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു, പ്രവീൺ P. അദ്ദേഹം 54.33 മാർക്ക് ടെസ്റ്റിനും 12 മാർക്ക് ഇൻ്റർവ്യൂവിനും ഉൾപ്പെടെ 66.33 മാർക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 66.33 മാർക്ക് വാങ്ങിയാണ് അദ്ദേഹം 1ാം റാങ്കിൽ വന്നത്. 2ാം റാങ്കിൽ വന്ന ജിതിൻ K ജോൺ 51 മാർക്ക് ടെസ്റ്റിനും 12 മാർക്ക് ഇൻ്റർവ്യൂവിനും ഉൾപ്പെടെ 63.67 മാർക്കായിരുന്നു നേടിയത്. 3ാം റാങ്കിൽ വന്ന അനിൽകുമാർ T 45 മാർക്ക് റിട്ടൺ ടെസ്റ്റിനും 11 മാർക്ക് ഇൻ്റർവ്യൂവിനും ഉൾപ്പെടെ 56 മാർക്കാണ് വാങ്ങിയത്. ഇതാണ് ആദ്യത്തെ 3 റാങ്ക് വാങ്ങിച്ച ആൾക്കാരുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എല്ലാവരും നോക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റി തന്നെയായിരിക്കും. ഓക്കെ, ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടന്ന എക്സാമിന് വേണ്ടിയിട്ട് 1ാം റാങ്ക് വാങ്ങിയത് വേറെ ആരുമല്ല, ശ്രീനാഥ് SP ആയിരുന്നു. 68 മാർക്ക് റിട്ടൺ ടെസ്റ്റിനും 13 മാർക്ക് ഇൻ്റർവ്യൂവിനും ഉൾപ്പെടെ 81.33 മാർക്ക് അദ്ദേഹം വാങ്ങി. മൊത്തം 81.33 മാർക്ക് വാങ്ങിയാണ് 1ാം റാങ്ക് നേടിയത്. 2ാം റാങ്കിൽ വന്ന വിശാഖ് U 69 മാർക്ക് റിട്ടൺ ടെസ്റ്റിന് വാങ്ങി, 12 മാർക്ക് ഇൻ്റർവ്യൂവിന് ഉൾപ്പെടെ 81 മാർക്കായിരുന്നു വാങ്ങിയത്. ഓക്കെ, മനസ്സിലാവും, മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മൈന്യൂട്ട് ഡിഫറൻസ് ഇവിടെ കാൽക്കുലേറ്റഡ് ആകപ്പെടും, കാരണം വിളിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ട്. അപ്പോൾ ഒരു ഗസറ്റഡ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബാക്കിയുള്ള എല്ലാ ഗസറ്റഡ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ആ ഒരു ഹൈറാർക്കി വഴി നോക്കിയാണ് പോകുന്നതെങ്കിൽ ഏറ്റവും താഴെയുള്ള പോസ്റ്റുകൾക്ക് LGS LDC പോലുള്ള പോസ്റ്റുകൾക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ഹൈറാർക്കിയുടെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ആളുകളുടെ എണ്ണം കുറയും. റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ് എണ്ണം കുറയും. 10 പേര് റെഗുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ 3 പേരായിരിക്കും ഉണ്ടാവുക, 3 പേര് റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ഉണ്ടാവുക. ഹൈറാർക്കി വഴി മുകളിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, സാലറി കൂടും, പൊസിഷൻ കൂടും, പവർ കൂടും, ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് 1ാം റാങ്ക് വാങ്ങിയത്
ശ്രീനാഥ് SP ആയിരുന്നു 81.33 മാർക്ക്. രണ്ടാം റാങ്ക് വാങ്ങിയ ആൾക്ക് 81 മാർക്ക് ഉണ്ടായിരുന്നു. മൈനൂർ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം ശ്രദ്ധിക്കുക. ഇന്റർവ്യൂ പോലത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാർക്കുകൾ വളരെ ക്രൂഷ്യലായിരിക്കും. മൂന്നാം റാങ്ക് വാങ്ങിയത് സൂരജ് ആയിരുന്നു. 68 മാർക്ക് റിട്ടേൺ ടെസ്റ്റിനും 11 മാർക്ക് ഇന്റർവ്യൂവിനും ഉൾപ്പെടെ 79 മാർക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ലിസ്റ്റിൽ ലാസ്റ്റ് വന്നത് ഏറ്റവും അവസാനം വന്ന 48 റാങ്ക് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ. സപ്ലിമെന്ററി ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. മെയിൻ ലിസ്റ്റിലെ അവസാന റാങ്ക് 48 ആയിരുന്നു. ഡോണ എലിസബത്ത് ഇമ്മാനുവൽ 60 മാർക്ക് റിട്ടേൺ ടെസ്റ്റിനും 10 മാർക്ക് ഇന്റർവ്യൂവിനും ഉൾപ്പെടെ 70.33 മാർക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവസാനം വന്ന ആൾ 60.33 മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ റാങ്ക് ലിസ്റ്റിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത്ര നാൾ. നമ്മളിപ്പോൾ ആസ് ഓഫ് നൗ എടുക്കുന്നത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇതുവരെ എന്ത് സംഭവിച്ചു എന്നാണ് നോക്കുന്നത്. 2027 വരെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാവും. അപ്പോൾ ഇതുവരെ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ 25 അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. 25 അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. 25 അഡ്വൈസുകൾ 3 കാറ്റഗറിയിലും കൂടിയാണ് പോയിരിക്കുന്നത്. ആദ്യത്തെ ബൈ ട്രാൻസ്ഫർ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള എക്സാമിൽ 8 അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞാൽ 11 അഡ്വൈസുകൾ ആ കാറ്റഗറിയിലും പോയി കഴിഞ്ഞു. ബാക്കിയുള്ള 6 അഡ്വൈസുകളാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ OCക്ക് 2, EWSന് 4 റാങ്ക് വരെ, EBT അഥവാ ഈഴവ ബില്ലവ തീയ 7 റാങ്ക് വരെ, മുസ്ലിം 13 റാങ്ക് വരെയും വിശ്വകർമ്മ 29 റാങ്ക് വരെയുമാണ് പോയിട്ടുള്ളത്. കാറ്റഗറി വരിച്ച് നോക്കുകയാണെങ്കിൽ OCയിൽ 2 എണ്ണം 2 റാങ്ക് വരെ പോയിട്ടുണ്ട്. EWSന് 4 റാങ്ക് വരെ ഉള്ളതും EBTക്ക് 7 റാങ്ക് വരെയും, മുസ്ലിം 13 റാങ്കും, വിശ്വകർമ്മ 29 റാങ്കും. ഇത്രയധികം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയും ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. ഒരു വർഷം കൂടി എന്ത് ചെയ്യാം, അഡ്വൈസുകൾ പോവാം. അപ്പോൾ 25ഓളം അഡ്വൈസുകൾ മുഴുവൻ ഈ കാറ്റഗറിയിൽ നിന്ന് പോയിട്ടുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വേക്കൻസികളെക്കാളും കൂടുതൽ നോക്കേണ്ടത് പോസ്റ്റ് എത്ര പവർഫുൾ ആണെന്നുള്ള കാര്യമാണ്. ബാക്കി എക്സാം എഴുതുന്നതിന് കൂടെ തന്നെ ഒരൊറ്റ പേപ്പർ ഉണ്ടാവാനാണ് ഈ പോസിബിളി സാധ്യത. CBSE ഇതുവരെ പ്രസിദ്ധീകരിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ അഡീഷണൽ പേപ്പർ വരും എന്നുള്ളതിന് സൂചനകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയധികം ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ അതിന് സ്പെഷ്യൽ ടോപ്പിക് കൂടി മാത്രം പഠിച്ചു പോയാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. ഈ എക്സാമിന് വേണ്ടിയിട്ട് കൂടി എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. വളരെ ആകർഷകമായിട്ടുള്ള സാലറി ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന സെഷനുകളിൽ ഇതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ സിലബസ് ബ്രീഫിംഗ് ഉൾപ്പെടെയുള്ള സെഷൻസുകൾ നമുക്ക് ഇനി വരും സെഷനുകളിൽ തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാറ്റയിൽ നിന്നും, അതായത് നമുക്കിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും നിലവിൽ അഡ്വൈസ് എവിടെ വരെ പോയി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു പിക്ചർ അതിനെപ്പറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്തൊരു സെഷനിൽ ഇതുമായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് വരാം. നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടും ആ ഒരു പോസ്റ്റിൽ നടന്ന എക്സാമിനെ പറ്റിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, കാണാനായിട്ട് നമ്മുടെ അടുത്ത സെഷൻസ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.